നിങ്ങൾ കുളുക്കുമല പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഡിസംബർ ജനുവരി പോകാൻ വേണ്ടി മാക്സിമം നോക്കുക. കാരണം അടിപൊളി ക്ലൈമറ്റിൽ നല്ല റിലാക്സ് ആയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്തിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രൈഡേ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ATM നിന്ന് കുറച്ച് ക്യാഷ് എടുക്കാണ്ടായിരുന്നു, ക്യാഷ് എടുത്തു. പിന്നെ പോകുന്ന വഴി കിളിമാനൂരുള്ള വഴിയോര കടയിൽ നിന്ന് ഒരു ഊണ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കുമളിയിലേക്കാണ്. കുമളിയിൽ സ്റ്റേ അടിച്ചിട്ട് പിറ്റേന്ന് സൂര്യനെല്ലി കുളുക്കുമല പോകാമെന്നുള്ളതാണ് പ്ലാൻ. കുമളിയിൽ ഗോകുൽ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് സ്റ്റേ അടിച്ചത്. അപ്പോൾ അവിടുത്തെ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ നമ്മൾ വന്നത് ഒരു 9 ആയതുകൊണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കുമളി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി. റെസ്റ്റോറൻറ്റ്സൊക്കെ പയ്യെ ക്ലോസ് ചെയ്ത് വരെയായിരുന്നു. അപ്പോൾ ഓപ്പൺ ആയിരുന്നു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പൊറോട്ടയും അതുപോലെ ചിക്കൻ റോസ്റ്റും ചിക്കൻ 65 വാങ്ങിച്ചു. ഫുഡൊക്കെ അത്യാവശ്യം നല്ല കിടലായിരുന്നു, പ്രത്യേകിച്ച് ചിക്കൻ 65. പിറ്റേന്ന് രാവിലെ റൂമും ചെക്കൗട്ട് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് നേരെ സൂര്യനെല്ലിയിലേക്ക് പോയി. സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പിൽ വേണം കുളുക്കുമല പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകുന്ന വഴിക്ക് നമ്മളൊരു വിൻഡ് മില്ലിൻ്റെ ഒരു സ്റ്റേഷൻ കണ്ടു. അവിടെ കയറിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വിൻഡ് മില്ല് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് കാണുന്നത്. ഇതിൻ്റെ എഡ്ജിലുള്ള ലീഫ് തിരിച്ചിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. സൂര്യനെല്ലി വന്നു കഴിഞ്ഞാൽ ജീപ്പിൽ വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം പ്രൈവറ്റ് വണ്ടി കയറ്റി വിടത്തുമില്ല, കയറി പോയി കഴിഞ്ഞാൽ നല്ല പണിയും കിട്ടും. നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ 5000 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അങ്ങോട്ട് പോകാനും താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോഴത്തേക്ക് 500 to 1000 റുപ്പീസ് വരെ ചാർജ് ആവും. ഒരു 1 hour ട്രാവലാണ്. പക്ഷേ ആ ട്രാവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ആയിട്ട് നല്ല മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്നതാണ് തോന്നുന്നു. പിന്നെ നമ്മൾ റൂമിലെത്തി കാണുന്ന വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ജാഗ്വർ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കിട്ടില്ല ആംബിയൻസ് ആയിരുന്നു. കണ്ണിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നല്ല കിട്ടിലും തണുത്ത കാറ്റ്, അതുപോലെ ഈ ക്ലൗഡും എല്ലാം കൊണ്ട് വൈബായിരുന്നു. ജാഗ്വർ റോക്കിൽ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് റൂമിലോട്ട് വന്നു. റൂമിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫുഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫുഡ് വന്നിട്ടുള്ളത് ചപ്പാത്തി ചിക്കനും അതുപോലെ ചോറും പിന്നെ രസമായിരുന്നു. രാവിലെ ഒരു 5:30 എണീറ്റിട്ട് നമ്മൾ നേരെ പോയത് ബോസ് പീക്കിലേക്കാണ്. ബോസ് പീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 7000 അടി വരെ ഉള്ള ഒരു ഹില്ലാണ്. ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്ലേസ് ആണ്. മാത്രമല്ല ഒരുപാട് പേര് വരുന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ക്ലൗഡ് ബെഡും അതുപോലെ സൺറൈസ് കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ ബെസ്റ്റ് മൂമെൻറ്റ്സ് ആയിരിക്കും. കേരളത്തിൽ ഫസ്റ്റ് സൺറൈസ് കിട്ടാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത്. പക്ഷേ കയറി വരുമ്പോൾ സൂക്ഷിക്കാതെ ഇതുപോലത്തെ ഒരുപാട് അട്ട കാണും. അപ്പോൾ അതിനെ നമ്മൾ നോക്കി കണ്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കിട്ടിലും വ്യൂ ആണ്. നിങ്ങൾ കണ്ണ് കാണും. നമ്മൾ എത്ര ഫോണിൽ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഫീൽ ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ഇറങ്ങി പോകുന്ന വഴിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞും നല്ല തണുപ്പുണ്ടായിരുന്നു. എൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച് പോയി, നമുക്ക് ഫീൽ പോലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ട് നേരെ പോയി റൂമിലേക്ക് പോയി. പക്ഷേ റൂമിൽ പോയപ്പോഴാണ് ഈ ഒരു സീൻ ഞാൻ കണ്ടത്. നല്ല ബ്ലഡ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ടീ എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതും എല്ലാം കാണിക്കാൻ പറ്റും ഇവിടെ നിന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു മന്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനുവരി വന്നു കഴിഞ്ഞാൽ നല്ല കിടലായിട്ട് നല്ല ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.